ഇനി നെക്സ്റ്റ് സാധനം തെങ്ങ് കയറാൻ പഠിച്ചു. അത്യാവശ്യം നല്ല മരം കയറിയാണ്. അത്യാവശ്യം ബാക്കി എല്ലാത്തിലും ഞാൻ ഈസി ആയിട്ട് കയറും. തെങ്ങ് ഇതുവരെ കയറിയിട്ടുണ്ടായിരുന്നില്ല. അത് ഞാൻ ഇതിനു വേണ്ടി പഠിച്ചതാണ്. അല്ലെങ്കിൽ ഇപ്പൊ തെങ്ങ് കയറാൻ നാട്ടിൽ ആൾക്കാരെ കിട്ടാനില്ല. നമ്മുടെ പറമ്പിലുണ്ടെങ്കിൽ അതുകൊണ്ട് എന്നെ പുറത്താക്കാം എന്നൊന്നും വിചാരിക്കണ്ട. ഞാൻ തെങ്ങ് കയറിയിട്ടാലും ഞാൻ ജീവിക്കും. പിന്നെന്താടാ ഞാൻ പഠിച്ചത്? അത് ഞാൻ ആലോചിക്കുന്നത്. അല്ല, ഇത് വേണേ മറ്റേ പോസ്റ്ററി വരും, പുറത്താക്കാൻ ആരും വിചാരിക്കില്ല. തെങ്ങ് കയറിയാണെങ്കിലും റീമക്ക് അല്ലെങ്കിൽ ജീവിക്കും. പിന്നെ ഞാൻ വാഴ മറ്റേ ഒറ്റ വെട്ടിന് അതെങ്ങനെ സാധിച്ചു? സത്യമായിട്ടും എനിക്കറിയാൻ പാടില്ല. ഞാൻ നോക്കുമ്പോ എന്താ വെച്ചാൽ പ്രൊഡക്ഷൻ എന്റെ അടുത്ത് പറഞ്ഞു, ഈ ഒറ്റ എണ്ണേ ഉള്ളൂ, വെട്ടിക്കോളോ. ഇൻഡിപെൻഡന്റ് മൂവി തിങ്സ്. ഇത് വേറെ ഇല്ല. പിന്നെ അത് മാത്രമാണ് അവിടെ കൊലച്ചു നിൽക്കുന്നത്. ഇത് വെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഇത് ഷോട്ട് എടുക്കണമെങ്കിൽ വേറെ വല്ല തോപ്പിലും പോയി നമ്മൾ വെട്ടേണ്ടി വരും. അടുത്ത വാഴ അന്വേഷിച്ച് പോണം. ഞാൻ വെരി വെരി കോൺഫിഡൻസ്. പിന്നെ ഒറ്റ വെട്ടിന് താഴെ വീണു. ഞാൻ കൃത്യമായിട്ട് അത് വേറെ വെട്ടി അതെടുത്ത് ഞാൻ ഒറ്റ ഷോട്ട് പ്ലാവിൽ കയറുന്നു. അത് മറ്റേ ചക്ക, അത് ഭയങ്കര എല്ലാ ദിവസം ചെയ്യണ പോലെ തോന്നുന്നു. അതെ, തീർച്ചയായും. ഇതൊക്കെ ഇങ്ങനെ നമ്മള് കണ്ടിട്ടില്ല. ഇതിന്റെയൊക്കെ എത്ര ടേക്ക് പോയിട്ടുണ്ടാവും? പ്ലാവ് വിത്തൗട്ട് ഹാർനസ്. ഇൻഡിപെൻഡന്റ് മൂവി തിങ്സ് അഗൈൻ. നോ ഹാർനസ്. കേറുന്നു ആദ്യം പാവം. പക്ഷെ ആട്ടിലെ ചേട്ടന്മാരാണ് ആദ്യം കേറിയിട്ട് വീഴൂല. അവരിറങ്ങിയിട്ടാണ് നമ്മൾ കേറുന്നത്. അതാണ് അപ്പൊ ലൈക്ക് വിച്ച് ഇസ് നോട്ട് ദി ഗ്രേറ്റസ്റ്റ് തിങ്. സോ അതെപ്പോഴും ഞാൻ വീണ്ടും നമ്മൾ പറയാണ്, ഇൻഡിപെൻഡന്റ് സ്പേസിൽ വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരുപാട് കോംപ്രമൈസസ് ആണ് അതെല്ലാം. which shouldn't happen if you ask me. ഇപ്പോ നമ്മളിത് വളരെ സീരിയസ് ആയിട്ട് കണ്ടോണ്ടിരിക്കുന്ന ഒരു മൂവി ആണെങ്കിൽ പോലും തെങ്ങ കയറുന്ന സീൻ എനിക്ക് വന്നപ്പോ ഞാൻ പെട്ടെന്ന് ഇപ്പൊ റീസെന്റ് ഇറങ്ങിയൊരു ഹിന്ദി സിനിമയിലേക്ക് ഞാനൊന്ന് പോയി. അതിനൊരു തിരിച്ചടി. കാരണം ആ സമയത്ത് നമ്മൾ മലയാളികളെല്ലാം വന്നു. ഞങ്ങൾ എല്ലാ പെൺകുട്ടികളും രാവിലെ തെങ്ങ കയറി അല്ല ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് അപ്പൊ തന്നെ ഈ അത് അറിഞ്ഞു ഇഷ്ടം പോലെ വട്ടം തെങ്ങ കയറുന്നു. നമ്മള് എന്ത് കിട്ടിയാലും നമ്മൾ അത് പ്രൊമോഷൻ ആയിട്ട് ഉപയോഗിക്കും. അതുകൊണ്ട് നിങ്ങൾ എന്ത് പറഞ്ഞാലും ഓക്കെ. അതേപോലെ ഈ സിനിമയിലെ സോഷ്യൽ മീഡിയയുടെ ഒരു സ്പേസ്, അത് ആദ്യത്തെ ഒരു സെഷൻ കഴിഞ്ഞ് പിന്നെ അതിന്റെ ഒരു ശരിക്കും എന്താ പറയാ, വൈറൽ കണ്ടന്റ് മാത്രമല്ല, അതിന്റെ ഒരു നല്ല വശമാണ്. വേറൊരു ഭയങ്കര ഒരു നല്ല വശമാണ്. കാരണം നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന സാധനമല്ല. ഈവൻ നമ്മുടെ അനുവാദമില്ലാതെ എടുത്ത ഒരു കാര്യമാണെങ്കിൽ പോലും അത് ഹെൽപ്പ് ചെയ്യാണ് ചെയ്തത്. നമ്മളിപ്പോ ഒരുപാട് ക്യാമ്പയിൻസും ഒരുപാട് കാര്യങ്ങളും നമ്മൾ കാണുന്നത്, എന്നാലും കുറെയൊക്കെ ഫേക്ക് ആയിട്ട് വരുന്നതും ഉണ്ട്. അപ്പൊ നമ്മുടെ ഈ മൂവിയില് എല്ലാം പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പം അതിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് ആയിട്ട് നിൽക്കുന്ന അശ്വതി ആണെങ്കിൽ പോലും അത് എപ്പോഴെങ്കിലും ഇങ്ങനെ തോന്നിയിരുന്നു, ഇതിന്റെ ഗ്രേഡ് കുറച്ച് കൂടിപ്പോയി അല്ലെങ്കിൽ കുറച്ച് കുറഞ്ഞു പോയി, അതായത് ഇത് ഈ സോഷ്യൽ മീഡിയയുടെ ഒരു ഇൻഫ്ലുവൻസ് കാണിക്കുന്ന അതെങ്ങനെയാണ് എടുത്തത്? ശരി, എനിക്ക് നമ്മുടെ സോഷ്യൽ മീഡിയയുടെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടല്ലോ. ഇപ്പൊ എനിക്ക് പേഴ്സണലി അത് കണ്ടപ്പം നല്ല രീതിയിൽ നല്ലൊരു വശമാണ്. ഏത് വശമാണ് കൂടുതൽ കാണിക്കേണ്ടത്? ഇപ്പൊ എന്ത് സാധനം എടുത്താലും ഹ്യൂമൻ ബീങ്സിന്, എല്ലാ ഹ്യൂമൻ ബീങ്സിനും ഒരു നല്ല വശമുണ്ട്, ഒരു ഗ്രേ ഷെയ്ഡും ഉണ്ട്. നോബഡി ഈസ് പെർഫെക്റ്റ്, നോ. അപ്പം നമ്മൾ ഓരോ സാധനം ഉണ്ടാകുന്നതും സോഷ്യൽ മീഡിയയിലൂടെ കൺസ്യൂം ചെയ്യുമ്പോഴും അതിന്റെ നല്ല വശം എടുക്കാം. എന്നാൽ അപ്പുറത്ത് ഇങ്ങനെയാണ് എന്ന് നമ്മുടെ മൈൻഡിന്റെ ഒരു ഗെയിമാണത്, ഹ്യൂമൻ ബീങ്സ് ചിന്തിക്കുന്നത്. അപ്പം എല്ലാ കാര്യത്തിനും ഒരു 50% ട്രൂത്ത് ഉണ്ടെങ്കിൽ 50% നമ്മൾ ബാക്കി ചിന്തിക്കുന്നതും നമ്മൾ അതിനെ അനലൈസ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു സാധനമാണ്. സോ അത് തന്നെ ഭയങ്കര നിഷ്പക്ഷമായി കാണാനാണ് ശ്രമിച്ചിട്ടുള്ളത് ഈ സിനിമയിൽ എനിക്ക് ഫീൽ ചെയ്തു. ഈ സിനിമയിൽ പിന്നെ എനിക്ക് തോന്നിയത്, ഇപ്പൊ നമുക്കൊരു നല്ല കാര്യം ഉണ്ടാവുന്ന ടൈമില് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകള് നമ്മളെ അവിടെ നമ്മളെ അടിച്ച് താഴ്ത്താനും ഉണ്ടാവും. അതെനിക്ക് ശരിക്കും ചേച്ചിയുടെ റിയൽ ലൈഫായിട്ട് നോക്കുകയാണെങ്കിലും അവിടെ അതിനൊരു സ്ക്രിപ്റ്റ് വായിച്ച സമയത്ത് തോന്നിയിരുന്നില്ലേ? എനിക്ക് പേഴ്സണലി തോന്നിയത് ശരിക്കും റീമ ചേച്ചിയുടെ റിയൽ ലൈഫായിട്ട് ബന്ധമുണ്ടല്ലോ. അതായത് ഈ ഒരു ഇപ്പൊ ഇങ്ങനെ ഒരു എന്തെങ്കിലും ഒരു ന്യൂസ് വരുന്നു, അതിനെ കുറിച്ച് എല്ലാവരും പല രീതിയിൽ കമന്റ് ചെയ്ത് അത് വേറെ വഴിക്ക് പോയി, ഇത് കറങ്ങി തിരിഞ്ഞത് വരുമ്പോൾ വേറെന്തോ ആയി, നമ്മൾ ഉദ്ദേശിച്ചതും പറഞ്ഞതുമായിട്ടൊന്നും ബന്ധമില്ലാത്തൊരു സ്പേസിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ ഒരുപാട് പ്രാവശ്യം ഞാൻ ഇതിന് നടുക്ക് നിന്നിട്ടുണ്ട്. റീസെന്റ് വന്ന അലിഗേഷൻ ആണെങ്കിൽ പോലും പിന്നെ ഇഷ്ടം പോലെ അത് നമുക്ക് ഹേർട്ട് ആവും. ബിക്കോസ്
നമ്മൾ വിശ്വസിക്കുന്ന ഈ പറയുന്ന ഈ മീഡിയ, നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മളെ അറിയുന്ന ആളുകൾ അപ്പൊ അതൊരു ജോലി മാത്രമാവാണ്. അപ്പൊ അവിടെ ശരിക്കും ഈ റിയാലിറ്റി എന്താണ്, ഈ മിത്ത് എന്താണ്, സത്യം എന്താണ്, നിത്യം എന്താണ്, പെർസ്പെക്റ്റീവ് ആണോ, സബ്ജക്റ്റീവ് ആണോ, ഇത് ഒബ്ജക്റ്റീവ് ആണോ എന്നുള്ള ചോദ്യങ്ങളെല്ലാം വരികയാണല്ലോ. പണ്ട് നമ്മൾ മീഡിയയിൽ ഒരു ന്യൂസ് വരുമ്പോൾ അത് ലൈക്ക് യുനോ ഒരു എഡിറ്റോറിയൽ, അല്ലെങ്കിൽ എഡിറ്റോറിയൽ ഇസ് മോർ സബ്ജക്റ്റീവ് ഒപ്പീനിയൻസ്. അതല്ലാതെ ഞാൻ പറയുന്നത് ഒരു ന്യൂസ് ഐറ്റം, നമ്മൾ റിപ്പോർട്ടേജ് എന്ന് പറയുന്നതിന് ഭയങ്കര വാല്യൂ ഉണ്ടായിരുന്നു ഒരു സമയത്ത്. അത് സത്യമായിരിക്കും എന്ന് നമുക്ക് 100% വിശ്വസിക്കാം. ഇന്ന് അങ്ങനെയല്ല. അങ്ങനത്തെ ഒരു സ്പേസിലേക്ക് മീഡിയ പോകുന്നു എന്നുള്ളത് നമ്മളൊരു ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് വിളിക്കുന്ന നമ്മുടെ രാജ്യത്ത് ജുഡീഷ്യറിക്ക്, എക്സിക്യൂട്ടീവിനും ലെജിസ്ലേറ്റീവിനും ഒപ്പം തന്നെ കാണുന്ന ഒരു ഫോർത്ത് പില്ലറായി നമ്മൾ മീഡിയയെ കാണുന്ന ഒരു പോയിന്റിൽ ഈ പോസ്റ്റ് ട്രൂത്ത് എറയിൽ നമ്മളൊരു ന്യൂസ് ഐറ്റം കാണുമ്പോൾ അത് സത്യമാണോ നുണയാണോ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരുന്നു എന്നുള്ളത് തന്നെ വളരെ ഒരു ഡൈസി ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണല്ലോ. അത് പണ്ട് ഉണ്ടായിരുന്നില്ല. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. മീഡിയ ഹാഡ് അത്രയും ക്രെഡിബിലിറ്റി. സോ ഇറ്റ് ഈസ് എ വെരി 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 ട്രിക്കി സ്പേസ് ടു ലിവ് ഇൻ. പിന്നെ AI-യും കൂടിയൊക്കെ വരുമ്പോൾ നമുക്കൊരു ഫോട്ടോ പോലും നമ്മൾ വായിക്കുന്നതൊക്കെ പോട്ടെ, റിപ്പോർട്ടേജ് പോട്ടെ, നമ്മൾ കാണുന്ന ഒരു ഫോട്ടോ ഇത് ശരിക്കുള്ളതാണോ അല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ മൂവ് ചെയ്യുന്നത് എന്നുള്ളത് ഇച്ചിരി സ്കേറിയുമാണ്. എന്നാൽ ഈ അവയർനെസ് അബൌട്ട് യുനോ വാട്ട് ഈസ് ഹാപ്പനിങ് ആൻഡ് അവിടെ ഒരു ഡെക്കോറം എല്ലാം വരണം എന്നുള്ളതിന്റെ അതിന്റെ ഒരു തുടക്കത്തിലാണ് നമ്മൾ നിൽക്കുന്നത്, ആ ഒരു ലോകത്തിന്റെ തുടക്കത്തിൽ. സോ ആ സ്പേസിൽ ഈ മൂവി ഭയങ്കര റെലവെന്റ് ആണ് അങ്ങനെ നോക്കുമ്പോൾ. അതിനകത്ത് നമ്മുടെ മീരയ്ക്ക് ആ സമയത്ത് ഒരു റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ റിയൽ ലൈഫിൽ നമുക്ക് ഇങ്ങനെയുള്ള ഒരു കാര്യം ഉണ്ടാകുമ്പോൾ ഒരു ഓപ്പൺ ആയിട്ട് നമ്മൾ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു റിപ്ലൈ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ബിക്കോസ് ഇത് ഒരാളല്ലല്ലോ. ഇത് വൈറൽ ആവുന്നത് എങ്ങനെയാണ്, എല്ലാവരുടെയും പെർസ്പെക്റ്റീവ്സ് ഇങ്ങനെ വന്ന് കുമിഞ്ഞു കൂടുകയാണല്ലോ. അതുകൊണ്ടാണല്ലോ ഇത് വൈറൽ ആവുന്നത്. അബൌട്ട് ഹ്യൂമാനിറ്റി, അബൌട്ട് ഹ്യൂമൻ റേസ് ആൻഡ് ദിസ് പെർട്ടിക്കുലർ ജംഗ്ഷൻ ദാറ്റ് വി ആർ ആസ് ഹ്യൂമൻ ബീയിങ്സ്. ഈ എവല്യൂഷണറി സ്പേസിൽ ടെക്നോളജി വന്ന് ഇടിച്ചു നിൽക്കുന്ന വല്ലാത്തൊരു അവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. കുറച്ച് മോർ അഡ്വാൻസ്ഡ് ആയി പോയി. അല്ല, ഇത് വന്ന സമയത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ചാലഞ്ച്. ഇത് ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ നിന്ന് ഇത് ഇത്രയും വ്യാപിച്ച് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ അതിന്റെ ചേഞ്ചിലൂടെ കടന്നു പോകുന്ന മനുഷ്യരാണ് നമ്മൾ. അപ്പോൾ ആ ചേഞ്ചിന്റെ ഏറ്റവും നല്ല വശങ്ങളും പൊട്ടവശങ്ങളും എല്ലാം അനുഭവിക്കുന്നത് നമ്മളാണ്. വിച്ച് ഇസ് ഇൻ എ വേ കൂൾ ഓൾസോ.